ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറമ്പിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഇന്ന് നമുക്ക് പണിക്ക് ചേച്ചിമാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടില്ലാണ്. ഇപ്പോൾ അതായത് നല്ല വെയിലാട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയൊക്കെ കിട്ടിയെങ്കിലും ഇന്നിപ്പോൾ ആ ഒരു മഴയുടെ ഒരു എഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഇപ്പോൾ കൊള്ളുന്ന വെയിൽ നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 11 മണി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിമാരവിടെ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പണി കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ കാറ്റാട്ടോ, നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ടോ. അത് നല്ല തണുത്ത കാറ്റാണ്. എന്നിട്ട് മഴയൊന്നും പെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഏരിയയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നല്ലൊരു തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇതവിടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാടൊന്നും കാണുന്നില്ലല്ലോ. അത് വരുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ മിഷ്യങ്കാട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വലിയ രീതിയിൽ കാടൊന്നുമില്ല അവിടെ ചുറ്റിലും. പക്ഷേ ചോട്ടിലുണ്ട് കേട്ടോ കാട്. അപ്പം എന്തായാലും അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് ചേച്ചിമാർക്ക് ചായ കൊടുക്കാം കേട്ടോ. ഏകദേശം ചായ കൊടുക്കുന്ന ഒരു ടൈം കൂടി ആയിട്ട് അങ്ങനെ എന്താ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ. അപ്പോൾ ചായയൊക്കെ നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവരുടെ അടുത്തൊന്ന് പോയായിരുന്നു. അപ്പോൾ അതിന് ശേഷം നേരെ ചായ വയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ തിളച്ച് നമുക്ക് നേരെ ഫ്ലാസ്കിലാക്കിയിട്ട് അവരുടെ അടുത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ ആ ചായയൊക്കെ എടുത്ത് ഞാൻ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. ഫ്ലാസ്കിലാട്ടോ നമ്മൾ എപ്പോഴും പറമ്പിലേക്ക് ചായ കൊണ്ടുവരാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതങ്ങ് ഫുള്ള് തീർത്തിട്ട് ചായ കുടിക്കാൻ കയറാമെന്ന് പറയും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കുറച്ച് ടൈമൊക്കെ എടുക്കും ചായ കുടിക്കാനുണ്ടെങ്കിൽ. ചിലപ്പോൾ അത്രയും നേരം ഇരിക്കുമ്പോഴത്തേനും തണുത്ത് പോകുമല്ലോ, പ്രത്യേകിച്ച് ഒരു തണുത്ത കാറ്റും കൂടി വീശുമ്പോഴത്തേനും. അപ്പോൾ ഇതാ ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴാണോ ആ ഒരു ടൈമിൽ കുടിക്കുക. അപ്പോൾ നല്ല ചായയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ വന്നപ്പോഴാട്ടോ ഒരു സംഭവം കണ്ടതാ. ഈ ഒരു സാധനം ഞാൻ നമ്മുടെ വീഡിയോസിലൂടെ ഇതിന് മുന്നും ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് വേറെ നമ്മുടെ മണിത്തക്കാളി. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മണിത്തക്കാളി ഉണ്ടായിട്ടുള്ളതും പഴുത്തതും മുഖത്ത് നോക്കി നന്നായിട്ട് മൂത്ത കായ്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയുടെ ഇലയായാലും തന്നെ പൂവ് കായ് മൊത്തത്തിൽ വേര് വരെ ഔഷധ ഗുണങ്ങളാൽ സമൃദ്ധമാട്ടോ. അതുകൊണ്ട് തന്നെ നോക്കി നിറച്ചത് പഴുത്തിട്ടുണ്ട്. നല്ല മധുരം ഉണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം ആ ഒരു പുളിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു മധുരമാണ്. അതുപോലെ തന്നെ ഉള്ളിലായാലും ഒരുപാട് സീഡുകളായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ഒരുപാട് കാണാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഫുള്ള് നമ്മളിപ്പോൾ മിഷ്യങ്കാട് വെട്ടിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ വിത്തുകളൊക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പഴുത്ത് ഇങ്ങനെയൊക്കെ വീണ്ടും തന്നെ ഒരുപാട് അവിടെ നിന്ന് പൊട്ടിക്കിളറും കേട്ടോ. അപ്പോൾ എന്തായാലും അധികം വൈകാത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഇത് നമ്മൾ നനച്ച് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് കേട്ടോ പൊട്ടിക്കിളറുക. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ കിടന്ന് മുളയ്ക്കട്ടെ. അതേ കൊടുത്താൽ ചേച്ചിമാരത് അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ പരിപാടിയൊക്കെ. മൊത്തത്തിൽ ഈ ഒരു ഏരിയയിലുള്ള കാട് ഫുള്ള് നമ്മൾ കളഞ്ഞിട്ടുള്ളത് നമ്മുടെ മെഷീൻ യൂസ് ചെയ്തിട്ടാട്ടോ. അതായത് നമ്മുടെ കാട് വെട്ട് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് കളഞ്ഞിട്ടുള്ളത്. എന്നാലും നമുക്കതിൻ്റെ ചോട്ടിൽ, അതായത് ഒരു ഏലത്തിൻ്റെ ചോട്ടിൽ നമുക്ക് ഡയറക്റ്റ് മെഷീൻ യൂസ് ചെയ്തിട്ട് വെട്ടി കളയാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൻ്റെ ആ ഒരു ചിമ്പും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാനും ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെ ചാൻസ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചോട്ടിലെ കാട് നമ്മളെപ്പോഴും ഇനിയിപ്പോൾ ഏത് ടൈമിൽ നമ്മൾ മെഷീൻ കാട് വെട്ടുകയാണെങ്കിൽ പോലും ചോട്ടിലുള്ളതൊക്കെ നമ്മളെപ്പോഴും ഇപ്പോൾ കൊടിയുടെ ചോടായതുപോലെ തന്നെ ഏലത്തിൻ്റെ ചോടാണെങ്കിൽ എന്തിൻ്റെ ചോടാണെങ്കിൽ നമ്മളത് ഫുൾ ഇതുപോലെ കൈ വെച്ചിട്ടാട്ടോ പറിച്ചെടുക്കാറ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി ഇത് തന്നെയാണ്. നമ്മുടെ ഏലത്തിൻ്റെ ചോട്ടിലുള്ള ഒരു കാടൊക്കെ ഒന്ന് കൈവച്ച് പറിച്ച് അതേപോലെ തന്നെ ആ ഒരു ഏലത്തിൽ എന്തെങ്കിലുമൊക്കെ വൃത്തിയാക്കാണെങ്കിൽ ആ ഒരു ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ക്ലിയർ ആക്കി വിടുക. അപ്പോൾ അതാട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി ഉള്ളത്. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചായ കുറച്ച് കണ്ട് കുടിക്കാനാട്ടോ അവർ പറഞ്ഞത്. കാരണം ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് നന്നായിട്ടൊന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഫ്ലാസ്കിൽ ചായയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെള്ള കളറിലേക്ക് ഓരോന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് കേട്ടോ. വൈറ്റ് കളറിൽ കാണുന്ന ഫുള്ള് നമ്മളിപ്പോൾ കക്ക നീട്ടിയിട്ട് കുമ്മായാക്കിയല്ലോ. അപ്പോൾ ആ ഒരു പൊടി നന്നായിട്ട് വാരി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഒരു 1-2 മഴയൊക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ അത് കുറേയൊക്കെ മണ്ണുമായിട്ടൊക്കെ ചേർന്നിട്ടുണ്ടേ. പിന്നെയാണെങ്കിൽ നമ്മളിതുപോലെ കുമ്മായൊക്കെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ എപ്പോഴും മഴയുള്ളൊരു ടൈം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അത്രയും നല്ല എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇവിടെ നല്ല രീതിയിൽ തന്നെ മഴ കിട്ടുന്ന ഒരു ടൈമിൽ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ ചാർന്നൊരു ടൈമിലല്ലോ. അപ്പോൾ അപ്പോഴൊക്കെ ഇങ്ങനെ വാരി ഇടാറുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് നമ്മളിപ്പോൾ കക്കയായിട്ട് വാങ്ങിയിട്ട് ആ ഒരു കക്കേനെ നമ്മളിവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് നീട്ടിയിട്ട് അങ്ങനെ ആ ഒരു പൊടി നല്ല രീതിയിൽ തന്നെ പൗഡറി ഫോമിലാണ് നല്ല വൈറ്റ് കളറിൽ. അപ്പോൾ എന്തായാലും അതങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണേ. ചിലപ്പോൾ നമ്മൾ മഴ പെയ്യുന്നുള്ളൊരു വിശ്വാസത്തിൽ ചിലപ്പോൾ കക്ക ഇട്ടിട്ട് മഴ പെയ്യാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കാറാട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മഴ പെയ്തൊരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുത്താലും മതി. അപ്പോൾ എപ്പോഴും ഒരു നനവ് വേണ്ട നമ്മൾ കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എന്നാലും നമ്മൾ ആ ഒരു രീതിയായിട്ട് ഇവിടെ ഫോളോ ചെയ്ത് വരുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ കുറച്ച് റോബസ്റ്റ് വാഴയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോബസ്റ്റ് വാഴയൊക്കെ കൊലച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊലച്ചു എന്നല്ല, അപ്പോൾ വെട്ടാനായിട്ടോ കൊല, കാരണം നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റോബസ്റ്റ് വാഴ ഉണ്ടാകുന്ന കൊലയായിരുന്നു നോക്കി അത്യാവശ്യം നല്ല ഹെവി ആയിട്ടൊരു കൊല തന്നെയാണ്. നോക്കി ഒരെണ്ണം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിപ്പമുണ്ട്. അപ്പോൾ നോക്കി നന്നായിട്ട് മൂത്ത് വിളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വെട്ടേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറ്റും മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നിലമ്പതിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ. കാരണം പറഞ്ഞല്ല നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കി ആദ്യം ആ ഒരു വെയിറ്റ് കൊണ്ട് ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ, അതായത് വെയിറ്റിനനുസരിച്ച് ഇങ്ങനെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുവാണേ. നല്ല കാറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ആ ഒരു കാറ്റിൻ്റെ എഫക്റ്റ് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ പുറത്ത് നല്ല വെയിലാണെങ്കിൽ ഒരു കാറ്റ് വീശുന്നവരെ നമുക്ക് ആ ഒരു വെയിലിൻ്റെ ചൂട് അത്ര അങ്ങ് അറിയില്ല. ഒരു ഏരിയയിൽ ഇപ്പോൾ നമുക്ക് പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് മടുത്തൊന്നും പോകില്ല. കാരണം ആ ഒരു കാറ്റിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വീശി അടിക്കുന്നതുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ താഴേക്ക് അല്ലാതെ വെള്ള കളറിൽ ഇങ്ങനെ കാണുന്നത് ഫുള്ള് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കുമ്മായം തന്നെയാണ്. അപ്പോൾ നോക്കി കുറേയൊക്കെ നന്നായിട്ട് തന്നെ എഫക്റ്റീവായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും അതിൻ്റെ ഒരു ഡയറക്റ്റ് ചോട്ടിലിടാതെ കുറച്ച് വിറ്റിട്ട് വേണ്ട ഇടാൻ വേണ്ടി ഏതൊരു ചെടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും. പിന്നെ ഇതവിടെ ആയാലും നോക്കി കാടെല്ലാം വെട്ടി സെറ്റാക്കിക്കൊണ്ട് തന്നെ
ആ ഒരു ചൂടിൽ മാത്രമേ ഇനി പറിക്കാൻ. അപ്പം ഈ ഒരു രീതിയിലേക്ക് ചേച്ചിമാർ പറിക്കാൻ വരാനുള്ള ഒരു ഭാഗം കേട്ടോ. കാട് വെട്ടുകൊണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണെങ്കിൽ വലിയൊരു സീനൊന്നും ഇല്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാടൊക്കെ ആകുമ്പോൾ നമുക്ക് നടക്കാനും പാടായിരിക്കും. നമ്മളിങ്ങനെ സ്പ്രിംഗ്ലറൊക്കെ വെക്കുന്നൊരു ടൈമാണ് ഈ കാടും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ കാട് വരാനും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. കാരണം ഈ സ്പ്രിംഗ്ലറെ നനവ് തട്ടുമ്പോൾ പെട്ടെന്ന് കാട് കയറുകയും ചെയ്യും. മാത്രമല്ല ഒരു പുല്ലിൻ്റെ ഇടയിൽ കൂടി ഒരു വെള്ളമൊക്കെ തട്ടിയിട്ട് ചൊറിയാനും തുടങ്ങും. അപ്പോൾ അങ്ങനെ കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സേഫായിട്ട് നടന്ന് പോവുകയും കൂടി ചെയ്യാം. പിന്നെ നമ്മൾ ഈ അടുത്ത് തന്നെ കുമ്മായത്തിന് ശേഷം ഒരു വളപ്രയോഗം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഏലത്തിനൊക്കെ. അപ്പോൾ തയ്യലൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ നമ്മൾ ഓരോ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ ഇവിടെ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ റിസൾട്ട് അവിടെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. കാരണം കേടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നിന്ന് വേറെ ഒരെണ്ണത്തിലേക്കും മുമ്പത്തിന് വേറെ ഒരെണ്ണത്തിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് ആ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിലേ കാണുമ്പോൾ കൈയോടെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ചിലപ്പോൾ നോക്കിയാൽ നന്നായിട്ട് ചോട്ടിലെ കാടെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഒരുക്കി സെറ്റാക്കി നിർത്തി കേട്ടപ്പോഴാലും ഇതിന് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരില്ല. അതായത് നന്നായിട്ട് ഒരുക്കുന്നുണ്ട് കേട്ടോ കൈയോടത്തിന്. അതുകൊണ്ട് തന്നെ നമുക്കിനി പെട്ടെന്ന് അങ്ങ് ഒരുക്കേണ്ടി വരില്ല. എന്നാൽ കൂടി കാട് പറിക്കേണ്ടി വരും കേട്ടോ. നമുക്ക് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അടുത്ത സെക്ഷൻ കാട് പറിക്കാനൊക്കെ ആവട്ടെ. കാരണം ഈ ഒരു ഏരിയ ഫുള്ള് കാട് പറിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കാട് പറിച്ച് അവിടെ വീണ്ടും കാടായി കാണും. കാരണം കാട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വളം കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ചെടികൾക്ക് കൊടുക്കുന്ന വളപ്രയോഗങ്ങളും അതുപോലെ തന്നെ അതിലേക്ക് കൊടുക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണെന്ന് അറിയില്ല. പെട്ടെന്ന് കാട് വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇനി പതുക്കെ നമുക്ക് കുറച്ച് താഴേക്ക് പോകട്ടെ. അപ്പോൾ താഴെയായാലും നമ്മുടെ കുറച്ച് നേന്ത്രവാഴകളൊക്കെ ഒന്ന് കുലച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൂടെയുള്ള ആ ഒരു കമ്പും ചില്ലകളും മൊത്തത്തിൽ ഇപ്പോൾ ഒരെണ്ണം മാത്രമല്ലല്ലോ. കാരണം അതിൻ്റെ ഇടയിൽ തന്നെ കാപ്പിയുടെ കമ്പ് മൊത്തത്തിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ കുറച്ച് സേഫായിട്ട് വേണം നടക്കാൻ വേണ്ടി. അപ്പോൾ നടന്ന് നമ്മൾ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഈ ഒരു വാഴ കൊലച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ നേന്ത്രവാഴകളാണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക് ഫുള്ള് നമ്മൾ നേന്ത്രവാഴ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഞാൻ നിൽക്കുന്നതിൻ്റെ ഇവിടുന്ന് കുറച്ച് മേൽഭാഗത്തേക്കാണ് നമ്മുടെ ഏലുള്ളത്. അപ്പോൾ എന്നാലും എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പറമ്പിലായാലും നമ്മളിങ്ങനെ ഓരോന്നും മാത്രമായിട്ടല്ല ചെയ്യുമ്പോൾ എല്ലാം മിക്സ്ഡ് ആയിട്ടൊരു മിശ്രിത കൃഷി തന്നെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആട്ടോ ചെയ്യുന്നത്. ഈ ഒരു കാപ്പിയിൽ നോക്കി ഈ ഒരു കാപ്പിക്കുരുവൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ടോ. കാരണം ഇതൊക്കെ നേരത്തെ പൂത്ത കാപ്പിയാണ്. മാത്രമല്ല പൂത്ത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേനും ഇതിലിങ്ങനെ കായൊക്കെ ഇട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ ആ ഒരു കായൊക്കെ ആദ്യം ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മൂത്ത് തുടങ്ങിയിട്ട് ഇത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേനും കായൊക്കെ പല കളറാവും. ഒരു കളർഫുൾ മയം തന്നെ ആയിരിക്കും. കാരണം റെഡും അതുപോലെ തന്നെ ഒരു കാപ്പി കളറും അതിൻ്റെ ഇടയിൽ പച്ച അങ്ങനെയായിട്ടൊരു മൊത്തത്തിലൊരു കളർഫുൾ തന്നെ ആയിരിക്കും കുറച്ച് ഡേയ്സും കൂടി കഴിയുമ്പോഴത്തേനും. അതുപോലെ നമ്മളിത് അവിടെ കുറച്ച് വാഴ എല്ലാം കെട്ടിയിട്ടുള്ളത് കേരവള്ളി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വള്ളികളും കൂടി ഉണ്ടാകുമ്പോഴേ കമ്പും വള്ളികളും മൊത്തത്തിൽ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു പോകാൻ വേണ്ടി പറ്റാതെ. കാരണം വാഴ കുലച്ച് നമ്മുടെ കണ്ടത്തിലൊക്കെ ആയാലും നന്നായിട്ട് വാഴകളെല്ലാം കുലച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കുലച്ചിട്ട് നമുക്ക് അവിടെ കൂടെ അത് നടക്കുമ്പോൾ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി പറ്റട്ടെ. കാരണം ഫുള്ളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലങ്ങും ഫുള്ളായിട്ട് ഇങ്ങനെ കേരവള്ളി വെച്ചിട്ട് വലിച്ച് കെട്ടിയിരിക്കുകയാണല്ലോ. പിന്നെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒരു സൗണ്ടിന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കാറ്റ് എത്രത്തോളം ഉണ്ട്. അപ്പോൾ നമ്മൾ കുലച്ച വഴിക്കന്നെ നമ്മളിതുപോലെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൂക്കാനുള്ളൊരു ടൈമൊന്നും ഉണ്ടാവില്ല. അതിന് മുന്നേ ചിലപ്പോൾ ഒഴുകി താഴെ ചാടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം എന്താ ഈ ഒരു ഇതിലൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ 1-2 ഇതിൻ്റെ ഇടയിൽ കുലയ്ക്കാനുണ്ട്. എന്നാലും അതെല്ലാം ഒന്നുകൂടെ കുല വന്നതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാറാണ് ചെയ്യാറ്. ഇതൊക്കെയാണ് നോക്കി ഒരു സ്റ്റേജിലാട്ടോ. അപ്പോൾ എന്നാലും മൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം മൂക്കാൻ വേണ്ടി എന്നാലും കുറച്ചുകൂടി ടൈം എടുക്കും. പിന്നെ നമുക്കിത് എന്തായാലും നമ്മുടെ ഈ ഒരു ഏലത്തിൻ്റെയൊക്കെ ചൂട്ടിലെ കാട് പറിക്കലായിട്ട് ഒരു 3-4 ദിവസത്തെ പണി എന്തായാലും ഉണ്ടാവും. ഈ ഒരു ഏലത്തിൻ്റെ ചൂട്ടിലെ കാട് പറിക്കലും ഒരിക്കലും മാത്രമായിട്ട്. കാരണം നമ്മുടെ ഈ ഒരു തയ്യാറങ്ങളായാലും താഴേക്കും അത്യാവശ്യം ഉണ്ട്. എന്നാലും അതെല്ലാം ഒന്ന് പറിച്ച് വരുമ്പോഴത്തേന് കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ആ ഒരു പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇറക്കിയിട്ട് അപ്പോൾ നമുക്കിനി ഏലത്തിന് ചാണകപ്പൊടി ഇടാണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. ഒന്നിന് പുറകെ ഒന്നായിട്ട്. പിന്നെ കൂടെ കവാത്ത് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കാപ്പിയാണ്. അപ്പോൾ കണ്ട കാപ്പിയാണെന്നൊന്നും പറയില്ല. ഒരു വള്ളിക്കൂട്ട് ഇങ്ങനെ കെട്ടി പണിഞ്ഞിങ്ങനെ ചുറ്റി കിടക്കുന്ന ഒരു ഫീലല്ല. കാരണം ആ ഒരു കാപ്പിയുടെ ഇലകൾ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലായിട്ട് ഈ ഒരു വള്ളി സ്പ്രെഡ് ആയിട്ടുള്ള. കാരണം ഈ ഒരു വള്ളി നമ്മുടെ പറമ്പിൽ ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു കുറച്ച് വള്ളിയിൽ നിന്നാട്ടോ ഇത്രത്തോളം നന്നായിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു കാപ്പിയിൽ ഈ ഒരു വള്ളി കയറാത്തൊരു കാപ്പി നമുക്കില്ല കേട്ടോ. അത്രത്തോളം നന്നായിട്ട് കേട്ടോ കാപ്പിയിൽ ഇങ്ങനെ കയറിയിട്ടുള്ളത്. ഈ ഒരു വള്ളി കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ചയൊക്കെ ബാധിക്കുന്നുണ്ട്. കൈയോടെ കവാത്തും ചെയ്യുന്നുണ്ട്. ആ ഒരു തലപ്പെല്ലാം നന്നായിട്ട് വെട്ടി പിന്നെ ആ ഒരു കെട്ടി പണിഞ്ഞ് കയറിയിട്ടുള്ള ആ ഒരു വള്ളീനെയും ചുവടോടെ താഴെ വെട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഉണങ്ങിക്കോളും. പിന്നെ നമുക്ക് ആ ഒരു വള്ളിയുടെ പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തുള്ള ചോളം കണ്ട. അപ്പോൾ ഈ ഒരു ചോളമൊക്കെ ഇതാ മൂത്ത് വരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് പൊളിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ ഇത് കുഞ്ഞൊരു ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയായാലും ആ ഒരു സ്റ്റേജിൽ തന്നെയാണോ നിൽക്കുന്നത്. എന്തായാലും ഇതിൽ മൂത്തതും ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ഏലത്തിൻ്റെ ഇടയിൽ കൂടെ ചോളം ഇട്ട് കൊടുത്തതായാലും നമ്മൾ കാട് വരുന്നതിന് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാട് നല്ല രീതിയിൽ തന്നെ കുറവുണ്ടെന്ന് പറയട്ടോ. കാരണം ഈ ഒരു ചോളകമായാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറ്റിപ്പാറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാട് വിട്ടൊരു ടൈമിൽ കുറ്റിപ്പാറ് മൊത്തമായിട്ട് അങ്ങ് നീക്കിയിരിക്കുകയാണ്. കാരണം വരുന്നുണ്ടോ കുറ്റിപ്പാറ് നല്ല രീതിയിൽ നമുക്കൊരു വിളവും തന്നു. മാത്രമല്ല അതങ്ങ് വളർന്ന് നമ്മുടെ ആ ഒരു ഏലത്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ചുറ്റി പണഞ്ഞ് കയറി തുടങ്ങിയിട്ട് പിന്നെ അതിനങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണി കേട്ടോ. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങ് നീക്കിയിരിക്കുകയാണ്. ഇപ്പം ഇതിലിപ്പോൾ ചോളം മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തായാലും ചോളം ഇനിയിപ്പോൾ എന്തായാലും
1 മാസത്തിനുള്ളിൽ എല്ലാം നന്നായിട്ട് മൂത്ത് വരട്ടെ. എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോളവും കൂടി വെട്ടി മാറ്റണം. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഏലത്തിൻ്റെ തൈകളൊക്കെ നന്നായിട്ട് വളർന്ന് കയറുകയും കൂടി ചെയ്യും. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ചോളമൊക്കെ ആയാലും വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എടുക്കാൻ ആൾക്കാർ വരും കേട്ടോ. അതായത് ഇവിടെ പശുവിനൊക്കെ വളർത്തുന്നവർ വന്നിട്ട് അതിന് തണ്ടൊക്കെ എടുത്തിട്ട് അതുപോലെ നമുക്കിവിടെ വളർത്ത് പുല്ലുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം പശു ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ കറവി പശുവിന് വേണ്ടിയിട്ട് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുല്ലിങ്ങനെ നിറഞ്ഞ് നിൽക്കും കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വെട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ അടുത്തൊക്കെ പശുവൊക്കെ വളർത്തുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് വെട്ടിയിട്ട് പോകാറാണ്. അതേപോലെ തന്നെ നോക്കിയത് നമ്മളന്ന് കളഞ്ഞിട്ടുള്ള ഒരു കുറ്റിപ്പരത്തിൽ പാതാട്ടോ അതിൻ്റെ അവശേഷിക്കുന്നൊരു കണിക എന്ന് പറയട്ടെ. നമ്മൾ ആ ഒരു ചോടൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും വള്ളിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും നോക്കി ഇടയിലൊക്കെ നന്നായിട്ടൊന്ന് പയറുണ്ടായി നിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും വിത്തായിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് പാകി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇതാ ഇവിടെയെല്ലാം നോക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചേച്ചിമാരുടെ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ഫുള്ളായിട്ട് അത് അവർ നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കടെല്ലാം പറിച്ച് ഏലമൊക്കെ നന്നായിട്ട് ഒരുക്കിയതാണ്. അത് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുവാണേ. ഇന്നിപ്പോൾ നമുക്ക് 2 ചേച്ചിമാരാട്ടോ പണിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ആയാലും ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ്. മാത്രമല്ല നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവർ തന്നെയാണ്. നമുക്ക് ഏലക്കായ എടുക്കാനായാലും പോലെ തന്നെ ഏലം ഒരുക്കാനും മൊത്തത്തിൽ നമ്മുടെ ഇവിടെ എപ്പോഴും പണിക്ക് വരുന്ന ചേച്ചിമാരനെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആശാമാരിതാ നല്ല കാര്യമായിട്ട് പണിയില്ലാട്ടോ. കാരണം ആ ചോടെല്ലാം നന്നായിട്ട് തന്നെ ഒരുക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചൂട്ടുള്ള ചപ്പൊക്കെ ഒന്ന് നീക്കുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ മഴയൊക്കെ കാണുന്നത് നമുക്ക് അങ്ങനെ ചപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നനവ് എന്തായാലും ഓൾറെഡി കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ ചപ്പൊക്കെ ഒന്ന് വരണ്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചപ്പെല്ലാം വരണ്ടി മാറ്റാൻ ഞങ്ങൾ സഹായിക്കാൻ കേട്ടോ. ചെനക്കി ഇതാ പെറുക്കി ദൂരെ എറിയോ കേട്ടോ ചപ്പിനെയൊക്കെ. കൂട്ടത്തിൽ അവർക്ക് വേണ്ട എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടുന്നുണ്ട്. കാരണം ഈ ചെറിയ ചെതൽപ്പുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ പുഴുവൊക്കെ ആയിട്ട് അതൊക്കെ അത് അവർ കുത്തിപ്പെറുക്കി കഴിക്കുന്നുണ്ടേ. പിന്നെ അത് അവർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല അനുസരണം കേട്ടോ. നേരെ ഇങ്ങോട്ട് പോകുന്നോളും. പിന്നെ ഒന്ന് വയറൊക്കെ നിറച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-10:30 ആകുമ്പോഴത്തേനും ഒന്ന് വീട്ടിലേക്ക് വരും. പിന്നെ നമ്മൾ കുറച്ച് അരിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതും കഴിച്ച് വീണ്ടും അവരവരുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഏലത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ മെയിൻ അവർക്കായാലും നല്ലൊരു ഷെയ്ഡും കൂടി ഉണ്ടല്ലോ. നല്ല ചൂടുണ്ടെങ്കിൽ പോലും അവർക്കായാലും ആ ഒരു ചൂട് കാര്യങ്ങളൊന്നും അങ്ങനെ അറിയും കൂടില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുത്തിച്ചെനക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കൂടുതൽ. എന്നാലും അവർ ഹാപ്പി, നമ്മളും ഹാപ്പി. എന്നാലും അവർ മേയട്ടെ. കൂടുതൽ ടൈം ഇവിടെ തന്നെയാണ് അവർ സ്പെൻഡ് ചെയ്യാറുള്ളത്. അങ്ങനെ ദൂരേക്കൊന്നും അങ്ങനെ പോവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പറമ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ തന്നെ നമ്മൾ വന്നിട്ട് ഒരുപാട് ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്നാലും ഫുഡ് കൊടുക്കാൻ വേണ്ടി നമുക്ക് മീനൊക്കെ ഒന്ന് വറക്കാനുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് മീനൊക്കെ ഒന്ന് വറക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതേപോലെ തന്നെ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. കാറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ഒരു നേരത്തുള്ള അതേ എഫക്റ്റ് തന്നെ കാറ്റ് ഇപ്പോഴായാലും നല്ല രീതിയിൽ തന്നെ വീശിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.